നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2024 എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി എത്ര മാർക്കാണ് കരസ്ഥമാക്കേണ്ടത്, 2023 എത്ര മാർക്ക് വരെ ലഭിച്ചവർക്കാണ് അഡ്മിഷൻ കിട്ടിയത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ജൂൺ 22-ാം തീയതിയാണ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാം നടക്കുന്നത്. എൻട്രൻസ് എക്സാമിന് +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ടോട്ടൽ 90 മാർക്കിന്റെ ചോദ്യങ്ങൾ ആണ്. ഫിസിക്സിന്റെ 30 ചോദ്യങ്ങൾ, ബയോളജിയുടെ 30 ചോദ്യങ്ങൾ, കെമിസ്ട്രിയുടെ 30 ചോദ്യങ്ങൾ. എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 40% കുറയാതെ മാർക്കുള്ള കുട്ടികൾക്കാണ് കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നത്. 40% താഴെ മാർക്കുള്ളവർക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അഡ്മിഷൻ നൽകുന്നത്. കാറ്റഗറി റിസർവേഷന്റെയും മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള സീറ്റിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. കോളേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം കോളേജുകൾ സെലക്ട് ചെയ്യുവാൻ. എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഓരോ കാറ്റഗറിയുടെയും ക്വാളിഫിക്കേഷൻ മാർക്ക് എയിംസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഓരോ കാറ്റഗറിക്കും അവർക്ക് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് അതിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്. കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജനറൽ വിഭാഗത്തിന് 50% മാർക്ക്, EWS 50% മാർക്ക്, OBC 45% മാർക്ക്, SC കാറ്റഗറി 40% മാർക്ക്, ST കാറ്റഗറി 40% മാർക്ക് എങ്കിലും ഉണ്ടായിരിക്കണം. 3 റൗണ്ടുകളിലായിട്ടാണ് കൗൺസിലിംഗ് നടക്കുന്നത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, മൂന്നാമത്തേത് മോപ്പപ്പ് റൗണ്ട് അല്ലെങ്കിൽ ഓപ്പൺ റൗണ്ട് ആണ്. 2023 ഫസ്റ്റ് റൗണ്ടിൽ അവസാനമായി അഡ്മിഷൻ ലഭിച്ച കുട്ടിയുടെ റാങ്കും മാർക്കുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓരോ കാറ്റഗറിയിലും ഉള്ളവർക്ക് ലഭിച്ച മാർക്കും റാങ്കുമാണ് ഇത്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 501ാമത്തെ റാങ്കുള്ള കുട്ടിക്കാണ് ഫസ്റ്റ് റൗണ്ടിൽ അവസാനമായി അഡ്മിഷൻ ലഭിച്ചത്. 54% മാർക്ക് ആയിരുന്നു. OBC കാറ്റഗറി 737 റാങ്ക്, 48% മാർക്ക്. SC കാറ്റഗറി 1518 റാങ്ക്, 40% മാർക്ക്. ST കാറ്റഗറി 1405ാമത്തെ റാങ്ക്, 40% മാർക്ക്. EWS കാറ്റഗറി 653ാമത്തെ റാങ്ക്, 50% മാർക്ക്. സെക്കൻഡ് റൗണ്ടിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 651ാമത്തെ റാങ്കുള്ള കുട്ടിക്കാണ് അവസാനമായി അഡ്മിഷൻ ലഭിച്ചത്. 50% മാർക്ക് ആയിരുന്നു. OBC കാറ്റഗറി 921ാമത്തെ റാങ്ക്, 46% മാർക്ക്. SC കാറ്റഗറി 1435ാമത്തെ റാങ്ക്, 40% മാർക്ക്. ST കാറ്റഗറി 1405ാമത്തെ റാങ്ക്, 40% മാർക്ക്. EWS കാറ്റഗറി 476ാമത്തെ റാങ്ക്, 50% മാർക്ക്. രണ്ടാമത്തെ റൗണ്ടിന് ശേഷം മൂന്നാമത്തെ മോപ്പപ്പ് റൗണ്ടിൽ കുറച്ച് കുട്ടികൾക്ക് കൂടി അഡ്മിഷൻ 2023 ലഭിച്ചിരുന്നു. 2024 എയിംസിലെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം 2023 കൂടുതലാണ്. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ മാർക്കും കട്ട് ഓഫും 2023 കൂടുവാനാണ് സാധ്യത കൂടുതലും. അതുകൊണ്ട് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓരോ കാറ്റഗറിയിലുമുള്ള കുട്ടികൾ വളരെ നല്ല രീതിയിലുള്ള സ്കോർ കരസ്ഥമാക്കിയാൽ മാത്രമേ എയിംസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അഡ്മിഷൻ ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഓരോ വിഭാഗത്തിലും ഉള്ളവർ മിനിമം സ്കോർ കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ വിഭാഗം 65 മാർക്ക്, EWS 60 മാർക്ക്, OBC 55 മാർക്ക്, SC കാറ്റഗറി 55 മാർക്ക്, ST കാറ്റഗറി 50 മാർക്ക്. ഇങ്ങനെ ഓരോ വിഭാഗത്തിലും ഉള്ളവർ ഈ പറയുന്ന ഒരു മിനിമം സ്കോറെങ്കിലും കരസ്ഥമാക്കിയാൽ മാത്രമാണ് ഏതെങ്കിലും എയിംസിന്റെ സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പാരാമെഡിക്കൽ കോഴ്സിന്റെ എൻട്രൻസ് എക്സാമിന് ഉണ്ടാവുക. ജനറൽ നോളജിൽ നിന്നുള്ള ചോദ്യങ്ങൾ BSc നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാമിനാണ് ഉള്ളത്. എയിംസിന്റെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും എൻട്രൻസ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് നീറ്റ് എക്സാമിന്റെ ഒഴിവാക്കിയിട്ടുള്ള ചാപ്റ്ററുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് എയിംസിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പുതിയ NCERT സിലബസിലെ കംപ്ലീറ്റ് ചാപ്റ്ററുകളും പ്രിപ്പയർ ചെയ്യണം. ഓരോ കാറ്റഗറിയിലും ഉള്ളവർ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നേടേണ്ട മിനിമം സ്കോർ എത്രയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രിപ്പയർ ചെയ്യുക.
ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണോ എന്ന്. കൗൺസിലിംഗിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സുകളുടെ വെരിഫിക്കേഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.